ഹായ് ഓൾ, നമ്മൾ ഇന്ന് നോക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, സർക്കിളിൻ്റെ പ്രോബ്ലം ആണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മുന്നേ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സർക്കിളിൻ്റെ തിയറംസ് അറിയാമെന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ 15 തിയറാണ്, 15 തിയറംസ് ഉണ്ട്. കുറേ പേര് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിരുന്ന ഒരു സംഭവം, ഇത്രയും തിയറംസ് നമുക്ക് സ്കൂളിൽ പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്നുള്ള കുറേ കമൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇത്രയും തിയറംസ് സർക്കിൾ ഉണ്ട് 10th സിലബസിൽ. അപ്പോൾ ഏറെക്കുറെ തിയറംസ് പെടാതൊക്കെ പോവാം. ചിലപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ 2 സെക്ഷൻ ഉണ്ട് തിയറംസ് മീൻസ് സർക്കിളിൽ. കുറേ പേർക്ക് കൺസ്ട്രക്ഷൻ പാർട്ട് ഉണ്ട്. സർക്കിളിൻ്റെ ഒരു സിമ്പിൾ പാർട്ടാണ് കൺസ്ട്രക്ഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യാം. √5 നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ക്വയർ ഫോം ചെയ്യുക, അല്ലെങ്കിൽ ട്രയാങ്കിൾ ഫോം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക്, കാരണം √5 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. √2ഉം √3ഉം √5 ഒക്കെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്കറിയാം. അപ്പോൾ ഈ അപ്രോക്സിമേറ്റ് വാല്യൂ ഉള്ളത് വെച്ചിട്ട് നമുക്ക് സ്കെയിൽ മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് കൺസ്ട്രക്ഷൻ പാർട്ട് സർക്കിളുണ്ട്. അത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കുട്ടികൾ കൺസ്ട്രക്ഷൻ പാർട്ട് സോൾവ് ചെയ്യാന്നുള്ള കുറേ ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ സർക്കിളിൻ്റെ തിയറംസ് അറിഞ്ഞു കഴിഞ്ഞാൽ, 15 തിയറംസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഷുവറാണ് സർക്കിളിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മീൻസ് കൺസ്ട്രക്ഷൻ പാർട്ട് ഒഴികെ ബാക്കിയുള്ള ഏരിയ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടിരിക്കാം. അപ്പോൾ ഈ തിയറംസ് അറിയാന്നുള്ളതാണ് ഫസ്റ്റ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ 15 തിയറംസും അതിൻ്റെ എക്സ്പ്ലനേഷനും അതിലൊരു 4ഓളം പ്രോബ്ലംസും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 3.5 മണിക്കൂറോളം ഉണ്ട് വീഡിയോ. 3.5 മണിക്കൂറുണ്ട് ഡ്യൂറേഷൻ വീഡിയോ കാണാൻ. അപ്പം അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാലും അത് കിട്ടും. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സർക്കിൾ 4 പാർട്ടായിട്ട് കിടക്കുന്നുണ്ടാവും. അത് ഒന്നിച്ചിട്ടുള്ള പാർട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ആ 3.5 മണിക്കൂറിൻ്റെ ക്ലിപ്പ് നിങ്ങൾ കണ്ടാലും മതി. ആ 4 സെപ്പറേറ്റ് വീഡിയോ കാണുന്നതിലേക്ക് പകരം ഒരൊറ്റ ക്ലിപ്പായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പ് കണ്ടാലും നിങ്ങൾക്ക് മതി. ഒരു ഏകദേശം 3.5 മണിക്കൂറിൽ നിങ്ങൾ തിയറംസ് ഉണ്ട്. ജസ്റ്റ് ആ തിയറംസ് അറ്റ്ലീസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുമെങ്കിലും ചെയ്യുക. നിങ്ങൾ ലേൺ ചെയ്യുന്നതിന് മീൻസ് എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, തിയറംസ് ഒന്ന് ഫോൺ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലേൺ ചെയ്യുക. ഇന്ന തിയറംസ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്താൽ മതി. ആ തിയറംസ് ആണ് ഞാൻ ഈ പ്രോബ്ലത്തിൽ കൂടെ ഒക്കെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം കളയേണ്ട, പ്രോബ്ലത്തിലോട്ട് പോവാം. നമ്മളിവിടെ നോക്കുന്നത് ടോട്ടൽ 20 പ്രോബ്ലമാണ് സർക്കിളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ കൂടുതൽ പേര് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കണ്ട. ബെൽ ബട്ടനൊക്കെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാവും, ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നിങ്ങൾ റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദി പിക്ചർ O is the center. ഇത് പ്രീവിയസ് ഇയർ ആണ്, എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. In the picture O is the center and ABC are point on it. Prove that angle OAC plus angle ABC equal to 90 degree. അപ്പോൾ നമ്മളിവിടെ ഇത് പ്രൂവ് ചെയ്യണം. ആംഗിൾ OACയും ആംഗിൾ ABCയും 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാം. സർക്കിൾ ഞാനൊന്ന് ഡ്രോ ചെയ്യാം. ഞാൻ അപ്രോക്സിമേറ്റ്, അത് ഞാൻ സ്റ്റാൻഡേർഡിൽ ഞാൻ ഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്, ഞാനൊരു അപ്രോക്സിമേറ്റ് ട്രയാങ്കിൾ ഞാൻ ഫോം ചെയ്യാണ്. എ ബി, നിങ്ങളൊരു ട്രയാങ്കിൾ എല്ലാവരും വരച്ചോ. ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും, ഇന്നറിലൊരു ട്രയാങ്കിൾ വരക്കാം. ABC ഒരു അപ്രോക്സിമേറ്റ് വരച്ചാൽ മതി. സെൻറ്റർ നമ്മൾ ഒറിജിൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, എയിൽ നമ്മൾ എന്ത് ചെയ്തു, ആ റേഡിയസ് വരച്ചു. ഒറിജിനിൽ നിന്നും എയിലോട്ട് ആ റേഡിയസ് വരച്ചു. റേഡിയസ് ആണല്ലോ O എന്ന് പറയുന്നത്, റൈറ്റ്. നമുക്ക് തന്ന പിക്ചറിൽ തന്ന കാര്യങ്ങൾ ഞാൻ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? വളരെ സിമ്പിൾ ആട്ടോ ക്വസ്റ്റ്യൻ ഒക്കെ. ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ്ഡ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ OAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ OAC. ഓക്കെ, OAC. അപ്പോൾ സെൻറ്ററിൽ പറയുന്ന ഈ നമ്പറിനായിട്ട് അതൊക്കെ അറിയുന്നുണ്ടായിരിക്കും. സെൻറ്ററിൽ പറയുന്ന A ആണ് നമ്മളിവിടെ ആംഗിളായിട്ട് മെഷർമെൻറ്റ് ചെയ്യുന്നത്. എപ്പോഴും സെൻറ്റർ ആംഗിളാണ് നമ്മൾ ആംഗിളായിട്ട് എടുക്കുക. ആംഗിൾ OAC എന്ന് പറയുമ്പോൾ OAC, ഈ ആംഗിളാണ് OAC എന്ന് പറയുന്നത്, റൈറ്റ്. ശരി, ആംഗിൾ ABC. അപ്പോൾ ഈ ഒരു ആംഗിളിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ആംഗിളിനെ കുറിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഡോട്ടഡ് ലൈനിൽ ഞാൻ ഈ റേഡിയയും കൂടി ഒന്ന് കണക്ട് ചെയ്തു. ഓക്കെ, റൈറ്റ്. ഇതൊരു ഒറിജിൻ ഇവിടെ കിടന്നോട്ടെ. ശരി, ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സിംപ്ലി ഞാൻ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. ജോയിൻ OC വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി മാർക്ക് ചെയ്യാം. ജോയിൻ OC ചെയ്തു. ഓക്കെ, ഇനി ABCയുടെ ആംഗിൾ കിട്ടാൻ
നിങ്ങൾ ഓൾറെഡി നമുക്കൊരു തിയറം ഉണ്ട്, നമ്മൾ പഠിക്കുന്ന ഒരു തിയറത്തിനെ കണക്ട് ചെയ്ത് നമുക്ക് ഈ ABC കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഈ ആംഗിളിൽ നിന്ന് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ആ തിയറത്തിന്റെ പ്രൂഫ് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇതിന്റെ മുന്നത്തെ 12ാമത്തെ തിയറാണ്. 12ാമത്തെ തിയറം. ആ തിയറം നിങ്ങൾ എഴുതി പഠിക്കൊന്നും വേണ്ട തിയറം, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കുറെ പേര് 15 തിയറാന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് കൺഫ്യൂഷൻ, സാർ അതൊക്കെ പഠിക്കണോ ബൈ ഹാർട്ട്? ഞാൻ പറഞ്ഞു ജസ്റ്റ് പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കി ഓർത്ത് വെച്ചാൽ മതി. മീൻസ് ബൈ ഹാർട്ട് ചെയ്യൊന്നും വേണ്ട തിയറം കാണാതെ. നിങ്ങൾ ഒരു പ്രോബ്ലം വരുന്ന അവസരത്തിൽ അതിനെ സന്ദർഭോചിതമായിട്ട് എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് 12ാമത്തെ തിയറാണ്. ആ തിയറം എങ്ങനെയാണ് പറയുന്നത്, ഇത് ടെക്സ്റ്റ് ബുക്കിൽ 12 എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊരു ഓർഡറിൽ 12 എന്ന് പറഞ്ഞതാണ്. ഒരു ഓർഡറിൽ 15 തിയറത്തിന് ഒരു ഓർഡർ ഇട്ട് വിളിച്ചെന്ന് മാത്രം. ആ 12ാമത്തെ തിയർ ഇതാണ്, സിംപ്ലി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ an arc at the center is double the angle subtended by it at any point on the remaining part of the circle. ഒന്നുമില്ല, തിയറം ഇതാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ പറയുന്നത് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ എന്താണോ, ഈ ആംഗിളിന്റെ ഇപ്പൊ സപ്പോസ് ബി എന്ന് പറഞ്ഞ ആംഗിൾ ബിയുടെ ഡബിൾ ആയിരിക്കും ഈ ആംഗിൾ. മീൻസ് ആംഗിൾ ഒ, മീൻസ് ആംഗിൾ AOC. അപ്പോൾ ഈ ബിയുടെ ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഈ ആംഗിൾ. ഇവിടെ 5 ഇവിടെ 20 ആണ് ഡിഗ്രി ആംഗിൾ എങ്കിൽ ഇവിടെ എന്താവും 40 ആവും. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 200 ആവണം. മീൻസ് അതാണ് ആംഗിൾ ഉദ്ദേശിക്കുന്നത്. 100 വരില്ല, മീൻസ് അതാണ് ആംഗിളിന്റെ ഒരു കോൺസെപ്റ്റ്. ഇവിടെ എന്താണോ ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരിക എന്നുള്ളതാണ്. നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി ഈ ഒരു പ്രൂഫിൽ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ അത് ABCനെ നമ്മൾ കണക്ട് ചെയ്യാൻ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ആംഗിൾ OAC, ഈ OACനെ എങ്ങനെ കണക്ട് ചെയ്യും? നമ്മൾ എഗെയിൻ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറയുന്നുണ്ട്, തിയറം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഇതിനെയാണ് നമ്മൾ പറയുന്നത്, ഈ വരച്ചതിനെ നമ്മൾ കോഡ് എന്ന് പറയുന്നത്. അതായത് സർക്കിളിന്റെ കോഡ് എവിടെയും നമുക്ക് വരക്കാം അല്ലെ. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. കോഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ എവിടെ വേണമെങ്കിലും കോഡ്സ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യുക, കോഡ് വരക്കാം. സർക്കിളിന്റെ രണ്ടറ്റത്ത് ടച്ച് ചെയ്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കോഡിനെ സെൻറ്ററിലുള്ള ഒരു മീൻസ് സെൻറ്റർ ഇതാണ്, സെൻറ്ററായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ടോട്ടൽ ഈ 3 ആംഗിൾസ് കൂടി ചേർന്ന്, സപ്പോസ് ഇത് സി ആണെങ്കിൽ 3 ആംഗിൾസ് കൂടി ചേർന്ന് എല്ലാവർക്കും അറിയാം എന്താണ് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എത്രയാണ്. ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 180 ഡിഗ്രിയാണ്. ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 180 ഡിഗ്രിയാണ്. ഓക്കെ, ശരി. ഇതൊരു ബേസിക് ആണ്, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഞാൻ തിയറത്തിൽ കറക്റ്റ് പ്രൂഫ് വ്യക്തമാക്കി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഞാൻ ഇതിനെ ആംഗിൾ ചെയ്യാൻ ഞാൻ X ആയിട്ട് എടുക്കുകയാണ്. ആംഗിൾ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ ഉണ്ട്, അവിടെ നല്ല ശ്രദ്ധിക്കണം. ഈ ഡോട്ടറിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഓക്കെ, ഈ ആംഗിൾ ഞാൻ എന്തായിട്ട് എടുത്തു, X ആയിട്ട് എടുത്തു. സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ നമുക്കറിയാം, ഇത് ടോട്ടൽ 3 ആംഗിളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടി ആംഗിൾ OAC ഈക്വൽ ടു ആംഗിൾ, അതായത് 2x ആണെന്ന് പ്രൂവ് ചെയ്യാണ്. ആംഗിൾ OAC ഈക്വൽ ടു ആംഗിൾ OCA ഈക്വൽ ടു നമുക്ക് എന്താന്ന് പറയാം, X ആണെന്ന് പറയാം. X ആയിട്ട് നമ്മൾ എടുത്തു. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ടോട്ടൽ ഈ 3 ആംഗിൾസ് കൂട്ടിച്ചേർന്ന ട്രയാംഗിളിന്റെ 3 ആംഗിൾസ് കൂട്ടിച്ചേർന്ന 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഈ ഒരു കോൺസെപ്റ്റ് therefore നമ്മൾ പറയുന്നതാണ് ആംഗിൾ AOC കേട്ടോ. ഇത് വേണമെങ്കിൽ ഇവിടെ കൊടുത്തോ, നിങ്ങൾക്ക് ഒറിജിൻ കറക്റ്റ് കിട്ടും. ആംഗിൾ AOC ഈക്വൽ ടു എത്ര ആയിരിക്കും, 180 ഡിഗ്രി എന്ത് കുറച്ചാൽ മതി, ഈ 2 ആംഗിൾസ് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 2 ആംഗിൾ രണ്ടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1x പ്ലസ് 1x എത്ര വരും, 2x. അപ്പോൾ 180 ഡിഗ്രിന്ന് ആ 2x 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ആണ്. 2 ഇൻറ്റു സപ്പോസ് 20 ഡിഗ്രി ആണ്, 2 ഇൻറ്റു 20 40 ഡിഗ്രി ആവും. അപ്പോൾ ആ എക്സ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആംഗിൾ AOC നമുക്ക് കിട്ടി. അങ്ങനെ സെറ്റാക്കി വെക്കും. ഇനി അറിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറല്ലേ, 12ാമത്തെ തിയർ എന്ന് പറഞ്ഞാൽ ഈ ബിയുടെ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഇത് എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയണം. ഈ ആംഗിൾ നമുക്ക് എത്രയെന്ന് അറിയാൻ പറ്റുമോ? അപ്പോൾ ഈ ആംഗിളിനെ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിളിനെ ഞാൻ Y എന്ന് വിളിക്കാം. Y എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഞാൻ ആംഗിൾ Y ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും, ഇതിന്റെ ഡബിൾ ആംഗിൾ എത്ര ആയിരിക്കും, ഷുവറാണത് എത്ര ആയിരിക്കും, 2y ആയിരിക്കും. അപ്പോൾ ഈ 2yയും ഈ നമുക്ക് തന്ന ഇതും ഇപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 വിളിച്ചു. ഇതിന് ഈക്വൽ ആയിരിക്കും എന്ത്, ആംഗിൾ AOCയുടെ ആംഗിൾ മീൻസ് ഇത് y ആണെങ്കിൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും എന്ത്, 2y എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ AOCനെ നമുക്ക് അഗെയിൻ ആംഗിൾ AOCനെ നമുക്ക് അഗെയിൻ എന്ത് ചെയ്യാം, 2y ആയിട്ട് വിളിക്കാം. ഇതൊരു ഇക്വേഷൻ നമ്പർ 2 ആയിരിക്കും. ഈ 2 1ഉം 2 നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് 1ഉം 2ഉം സിംപ്ലി നമ്മൾ കാണുന്നില്ലേ. ഓക്കെ, മിസ്സായി പോയാ. ഓക്കെ, ആംഗിൾ AOC ഈക്വൽ ടു 2y ഇക്വേഷൻ നമ്പർ
2. ഇനി ഇത് രണ്ടിനും നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോവാണ്. കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 1 2 ഈക്വൽ ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാം? 180 ഡിഗ്രി മൈനസ് 2x ഈക്വൽ ടു 2y. ഈ മൈനസ് 2x റൈറ്റ് ഹാൻഡ് സൈഡിൽ പോയി കഴിഞ്ഞാൽ 180 ഡിഗ്രി 2y മൈനസ് 2x അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്ലസ് 2x. അതായത് രണ്ടിൽ കോമൺ. ഇത് സിമ്പിൾ റിവേഴ്സ് ആക്കിയിട്ട് എഴുതട്ടാ, നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പത്തിന്. രണ്ടിലും കോമൺ എന്തുണ്ടാ? 2 ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? y പ്ലസ് എക്സ് ഈക്വൽ ടു 180. y പ്ലസ് എക്സ് അല്ലെങ്കിൽ എന്ത് പറയാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 2. എക്സ് പ്ലസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 ഡിഗ്രി. കാണുന്നില്ലേ? ഓക്കെ, മിസ്സിങ് ആയി പോകുന്നുണ്ട്, സ്ക്രീനിൽ നിന്ന് കട്ടായി പോകുന്നു. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് കാണാല്ലേ? റൈറ്റ്. ഇവിടുന്ന് നമ്മൾ 2 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇൻറ്റു 2 ആടാം, അപ്പോൾ ബൈ 2 ആവും. സിംപ്ലി നമുക്ക് എന്ത് വരും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 2 എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 ഡിഗ്രി. ശരി, എന്താണ് എക്സ് എന്താണ് വൈ എന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടും എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഒ എ സി. നമ്മൾ എഗെയിൻ പ്രൂഫ് വന്നു അല്ലേ? എഗെയിൻ പ്രൂഫ് വന്നു. ആംഗിൾ മീൻസ് ഇതാണ് എക്സ് പ്ലസ് ആംഗിൾ എ ബി സിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? വൈ ആയിട്ട് കൺസിഡർ. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ആൻസർ ഓൾറെഡി കറക്റ്റ് ആയി. അതാണ് ഫൈനൽ ആൻസർ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഒ എ സി ആണ്. ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്തു. എക്സ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഒ എ സി ആണ്, വൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ബി സി ആണ്. ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് പറയാം? 90 ഡിഗ്രി. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ച തിയറംസിനെ നമ്മൾ ഇവിടെ കോർത്തിണക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതാണ് പറഞ്ഞാൽ 15 തിയറംസ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക. പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ തിയറംസ് അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്കില്ല് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യുമ്പോൾ അതിന് റിലേറ്റ് ചെയ്തിട്ട് എക്സാമിന് വരുള്ളൂ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 2016 കേരളയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ: ഇൻ ദി പിക്ചർ O is the center of the circle and angle AXB equal to 130 degree. Find the angle AYB and angle AOB. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ പിക്ചർ ഞാൻ വരക്കാം. നിങ്ങളൊന്ന് പിക്ചർ ഒന്ന് വരച്ചെടുക്കുക. ഒരു ക്വാഡ്രിലാറ്ററലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഓക്കെ, ഒരു ക്വാഡ്രിലാറ്ററൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരക്കാവുന്നുള്ളൂ. എ ബി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ജസ്റ്റ് നിങ്ങൾക്ക് തിയറി അറിയുമോ എന്നുള്ളത് മാത്രമേ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഒറിജിൻ ശരി. ഓക്കെ, നമ്മൾ വരച്ചു കഴിഞ്ഞു. തിയറത്തിന് നിങ്ങൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ കാണേണ്ടത്? ആംഗിൾ എ എക്സ് ബി 130 ഡിഗ്രി വന്നിട്ടുണ്ട്. എ എക്സ് ബി 130 ഡിഗ്രി. റൈറ്റ്. നിങ്ങൾക്ക് കാണേണ്ട ആംഗിൾ എ വൈ ബി കാണണം. അതുപോലെ തന്നെ എ ഒ ബി നിങ്ങൾക്ക് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഐഡിയ. ഇത് സെൻറ്റർ പോയിന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇതാണെങ്കിൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? ഇവിടെ സംതിങ് എന്താണോ ആംഗിൾ അതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ആംഗിൾ. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ തിയറം. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ എ വൈ ബി അറിഞ്ഞാൽ എ ഒ ബി കിട്ടും. എ വൈ ബി എന്താണോ അതിന്റെ ഡബിൾ ആയിരിക്കും എ ഒ ബി എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. ശരി, ഇനി എങ്ങനെ എ വൈ ബി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്വാഡ്രിലാറ്ററൽ 4 വശങ്ങൾ. അപ്പോൾ നിങ്ങൾ ക്വാഡ്രിലാറ്ററലിന്റെ കോൺസെപ്റ്റിലോട്ട് പോകണം. 4 വശമുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ക്വാഡ്രൽ എന്ന് പറയാം. ക്വാഡ്രിലാറ്ററൽ ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തിയറി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ തിയറം ഞാൻ പറഞ്ഞത് 15ാമത്തെ തിയറാണ്. 15ാമത്തെ തിയറായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ല, തിയർ അതാണ്. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ മീൻസ് ഇതിന്റെ തിയർ ഇതാണ് വ്യക്തമായിട്ട് പറയുന്നത്. സം ഓഫ് എയ്തർ പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് 180 ഡിഗ്രി. ഒന്നുമില്ല, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? സമ്മ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. അതായത് ടോട്ടൽ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ആംഗിൾസ്, ഫോർ എക്സാമ്പിൾ എ എക്സ് ബി, ആംഗിൾ എ പ്ലസ് ആംഗിൾ എക്സ് ആംഗിൾ ബി ആംഗിൾ വൈ സമ്മ് ചെയ്താൽ 360 ഡിഗ്രിയാണ് കിട്ടുക. സോ അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സുകൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആംഗിൾ എക്സും ആംഗിൾ വൈയും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ആംഗിൾ എക്സ് ഓൾറെഡി എന്തുണ്ട്? ഇത് പല രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ആംഗിൾ എക്സ് എന്തുണ്ട്? 130 ഡിഗ്രി ഉണ്ട്. സോ ആംഗിൾ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആംഗിൾ
എക്സ് മൈനസ് അല്ലെങ്കിൽ 180 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്താൽ മതി. അപ്പോൾ ആംഗിൾ എക്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ സെയിം ആംഗിൾ വൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി മീൻസ് ആംഗിൾ എക്സ്, ആംഗിൾ വൈ ഈക്വൽ ടു 180 ഡിഗ്രി മീൻസ് ആംഗിൾ എക്സ് എത്രയാണ് 130 ഡിഗ്രി. സോ ആംഗിൾ വൈ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി 50 ഡിഗ്രി. ആംഗിൾ വൈ ഈക്വൽ 50 ഡിഗ്രി. ഇത് നമുക്ക് എത്ര കിട്ടി 50 ഡിഗ്രി. ഇത് 50 ഡിഗ്രിയാണ്. ആംഗിൾ എ ഒ ബി എന്താവും, അതായത് ഇവിടെ ഉദ്ദേശിച്ച നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ് ആംഗിൾ എ വൈ ബി. ദെയർഫോർ ആംഗിൾ എ വൈ ബി ഈക്വൽ ടു എത്രയാണ് ആംഗിൾ എ വൈ ബി. ഇപ്പോൾ കിട്ടിയ എത്രയാണ് ഈ ആംഗിൾ വൈനായിട്ട് ആംഗിൾ എ വൈ ബി എന്ന് പറയുന്നത് ബോത്ത് ആർ സെയിം. ആംഗിൾ എ വൈ ബി ഈക്വൽ ടു നമുക്ക് എത്ര പറയാം 50 ഡിഗ്രി എന്ന് പറയാം. ശരി, നെക്സ്റ്റ് ആംഗിൾ എ ഒ ബി എന്താന്ന് പറയാം, ഇതിന്റെ ഡബിൾ ആണെന്ന് പറയാം. ദെയർഫോർ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ഡബിൾ ഓഫ് നമുക്ക് എന്താ പറയാം ഡബിൾ ഇൻറ്റു സിംപ്ലി 50 ഡിഗ്രി അല്ലേ, അതായത് എത്ര വരും 100 ഡിഗ്രി. 2 × 50 ഡിഗ്രി. സിമ്പിളായിട്ട് എഴുതിയാൽ മതി ആൻസർ. അപ്പോൾ വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ. നിങ്ങൾ ഓൾറെഡി തിയറംസിനെ ജസ്റ്റ് കണക്ട് ചെയ്യൽ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിച്ച തിയറംസ് ഞാൻ പറഞ്ഞ 15 തിയറംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളാണ് സർക്കിളിന്റെ തിയറത്തിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ. കേട്ടാ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇടാ. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കേ, വളരെ രസകരമായ ക്വസ്റ്റ്യൻ ആണ്. 2014 റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേരളയിലെ. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ദി പിക്ചർ ഓക്കെ O is the center and ABC is an isosceles triangle. What is isosceles triangle? അല്ലേ, ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ഉള്ള അതിനെയാണ് എന്ത് പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിൾ, റൈറ്റ്. ആൻഡ് OBC is an equilateral triangle. OBC is an equilateral triangle. എന്താണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡും മൂന്ന് ആംഗിൾസും ഈക്വൽ ലൈനാണ് നമ്മൾ എന്ത് പറയുന്നത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ് ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈഡും എത്ര ആയിരിക്കണം 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സിംപ്ലി നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് മാത്രം. ഓക്കെ, ഇവിടെ കാണുന്നുണ്ടാവില്ല. ഓക്കെ, അതായത് ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ് അല്ലേ എല്ലാം എന്തായിരിക്കും 60 60 60 ആയിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, 180 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ് എന്ന് അറിയാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം. ഒരു സർക്കിൾ ഞാൻ വരച്ചു. ഫസ്റ്റ് ശരി, ഈ രണ്ട് സൈഡൊന്നും കറക്റ്റാക്കി. ഓക്കെ, ABC പെട്ടെന്ന് വരച്ചോട്ടാ, ABC. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ സെൻറ്റർ, ഓക്കെ ഇതാണ് സെൻറ്റർ. ഓക്കെ ശരി, ഞാൻ ഡാർക്ക് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശരി, ഇത് ഒറിജിൻ. ഇത് മൂന്ന് സൈഡും ഈക്വൽ ആണെന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം? ഓക്കെ, ഇത് ഒറിജിൻ. നമുക്കിവിടെ കാണേണ്ടത് എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ആംഗിൾ എ ആൻഡ് ആംഗിൾ എ ബി ഒ. ആംഗിൾ എ ആൻഡ് ആംഗിൾ എ ബി ഒ. വാട്ട് ഈസ് ആംഗിൾ എ? ഈ ആംഗിൾ എത്രയെന്ന് നമുക്ക് പറയണം. വളരെ സിമ്പിൾ അല്ലേ? ഈ ആംഗിൾ നമുക്ക് എത്രയെന്ന് ഡയറക്റ്റ് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചും കൊണ്ട് പറയാം. ഞാൻ പറഞ്ഞ ഈ 60 ഡിഗ്രിയുടെ കോൺസെപ്റ്റ് ഉപയോഗിച്ചും കൊണ്ട് ഇത് സോൾവ് ചെയ്യാവുന്നുള്ളൂ. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, ഷുവർ ആണ്. ഇത് എത്രയായിരിക്കും 60 ഡിഗ്രി. ഇത് ഓൾറെഡി 60 ഡിഗ്രി, ഇത് ഓൾറെഡി എന്തായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും. സോ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് എത്രയാണോ ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇത് അല്ലെ. നമ്മൾ ആംഗിൾ തിയറം 13 14 പറഞ്ഞു അല്ലെ. ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ. അപ്പൊ ഇതിന്റെ ഇത് ഇവിടെ ആണെങ്കിൽ എത്ര വരും? ഇതിന്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ടോട്ടലി 30 ഡിഗ്രി ആയിരിക്കും. എന്ത് അപ്പൊ ആംഗിൾ എ എത്രയായി? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആംഗിൾ എ എന്ന് പറയുന്നത് എഴുതാമെന്നില്ല. ട്രയാങ്കിൾ OBC ഈസ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ ഒരു സ്റ്റാൻഡേർഡിൽ പ്രസന്റ് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോവാണ് ട്രയാങ്കിൾ ABC OBC. ട്രയാങ്കിൾ OBC ഈസ് ആൻ equilateral triangle. എഴുതിക്കോ, ട്രയാങ്കിൾ OBC ഈസ് ആൻ equilateral triangle. ആംഗിൾ BOC ഈക്വൽ ടു angle BOC equal to 60 degree. Angle BOC equal to 60 degree. Therefore angle നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം BAC. നമ്മൾ ആംഗിൾ എ എന്ന് ചോദിച്ചു, സിംപ്ലി ആംഗിൾ എ. therefore angle A equal to 30 degree. ഇതിന്റെ റീസൺ ആണെങ്കിൽ ഇവിടെ എഴുതിച്ചോ, ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിൾ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടാ. ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിൾ. ഓക്കെ ശരി, നെക്സ്റ്റ് അത് കിട്ടിയടാ. ഇനി നമുക്ക് വേറെ എന്ത് എക്സാം ചോദിച്ചല്ലേ, ആംഗിൾ ABO എന്താന്നുള്ളത്. ABO. അപ്പൊ ഈ ചെറിയ ആംഗിൾ എത്രയാണെന്നുള്ളതാണ് നമുക്കറിയാം.
ഇതിനെ ഹാഫ് ഞാൻ ഇതിനെ കണക്ട് ചെയ്യാൻ പോട്ടെ. അതിന് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഏഴിൽ ഞാൻ ഇതിനങ്ങനെ ഡോട്ടറിൽ ഞാൻ ഇതിനെ ഒറിജിനിലോട്ട് കണക്ട് ചെയ്തു. സോ നമുക്ക് ഇതിനെ രണ്ടും ഹാഫായിട്ട് ബൈസെക്ട് ചെയ്യും. ഇത് 15 ഡിഗ്രി ആവും, ഇത് എത്ര ആയിരിക്കും? 15 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്കറിയാം അല്ലേ, ഏതെങ്കിലും ഒരു കോഡിൽ നിന്ന് ഇവിടെ കിട്ടുന്ന ആംഗിൾ എന്താണോ അതന്നെ ആയിരിക്കും ഇവിടെ എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് 15 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 15 ഡിഗ്രി ആയിരിക്കും. സിംപ്ലി ആൻസർ ചെയ്യാവുന്നുള്ളൂ. ആംഗിൾ BAO ഈക്വൽ ടു ആംഗിൾ BAO ഈക്വൽ ടു ആംഗിൾ CAO ഈക്വൽ ടു 15 ഡിഗ്രി. Therefore ആംഗിൾ ABO ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് പറയടാ? 15 ഡിഗ്രി. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ സിമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ 3 പ്രോബ്ലം കഴിഞ്ഞു. നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റും. ഇതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഇൻ ദി ഫിഗർ റേഡിയസ് ഓഫ് സർക്കിൾ വിത്ത് സെൻറ്റർ അല്ലെ ഒറിജിൻ ഈ 6 സെൻറ്റിമീറ്റർ അല്ലെ, റേഡിയസ് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് PA ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ, PA ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ, PB ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് OP. ലെങ്ത് ഓഫ് OP. ഓക്കെ, ലെങ്ത് ഓഫ് OP ഞാൻ ജസ്റ്റ് ഒന്ന് പിക്ചർ ഒന്ന് വരക്കുന്നുണ്ട്. അവിടെ വരക്കാം. സെൻറ്റർ, ഓക്കെ, ഒറിജിൻ ഒരു കോഡ് വരച്ചിട്ടുണ്ട്. AB ഒരു അപ്രോക്സിമേറ്റ് ഒരു ചെരിവാണ് കേട്ടോ. കോഡ് കണ്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് കോഡ് സെൻറ്റർ ഒറിജിൻ, ഇത് നമുക്ക് P ആണെന്ന്. ശരി, നിങ്ങൾ തന്നിട്ടുള്ളേ P. ശരി, നമുക്ക് ഈ OP കാണണം. OP എങ്ങനെയാണ് OP കാണാം? OP കാണാനെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കുറച്ച് ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. നിങ്ങളിത് കുറേ കാര്യങ്ങൾ ക്ലിയർ ആയി കിട്ടും ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ റേഡിയസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ്. ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനിൽ നിന്നും അല്ലേ നമുക്ക് ഇതിൽ നിന്നിട്ട് കണക്ട് ചെയ്യാം. ഇതിനെ എങ്ങനെ കണക്ട് ചെയ്തു അല്ലേ, ഒരു ട്രയാങ്കിൾ കണക്ട് ചെയ്തു. ഓക്കെ, നീറ്റായിട്ട് കണക്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, ശരി, ഓക്കെ, കണക്ട് ചെയ്തു. ഈ OA എന്ന് പറയുന്ന ലെങ്ത് ആണ് എന്ത്? 6 സെൻറ്റിമീറ്റർ. അല്ലെങ്കിൽ OB എന്ന് പറയുന്ന ലെങ്ത് ആണ് എന്ത്? 6 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ഇവിടെ നോക്കി കണക്ട് ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഈ OP കിട്ടണ്ടേ? നിങ്ങൾ ആദ്യം തന്നെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടൽ ഔട്ട്ലുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്താലേ കിട്ടുക എന്നുള്ളതൊക്കെ നിങ്ങൾ ആദ്യം നോക്കണം കേട്ടോ. അപ്പോൾ കോൾ ടൈമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതൊക്കെ ഈ OP ഇങ്ങനെ കിട്ടണം. ഓക്കെ, ഈ ABയുടെ ലെങ്ത് തന്നിട്ടുണ്ടോ? ABയുടെ ലെങ്ത് APയും PBയും തന്നിട്ടുണ്ട്. PA 4 സെൻറ്റിമീറ്റർ ആണ്. PA ഇത് എത്രയാണ്? താഴത്തേക്ക് എഴുതാം, 4 സെൻറ്റിമീറ്റർ ആണ്. ഇത് എത്രയാണ്? ഈ PB എത്രയാണ്? PB 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ. അതായത് അപ്പോൾ ABയുടെ ടോട്ടൽ ലെങ്ത് എത്ര? ABയുടെ ടോട്ടൽ ലെങ്ത് എത്രയാടാ? 5 4 9 സെൻറ്റിമീറ്റർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മിഡ് എത്ര? ഇതിൻ്റെ മിഡ്, ഈ കോഡിൻ്റെ മിഡ് എത്ര? മിഡ് എന്ന് പറഞ്ഞാൽ 9/2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 4.5. അപ്പോൾ മിഡ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതായത് AB എന്ന് പറയുന്ന കോഡിനെ ബൈസെക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വരച്ചു. അപ്പോൾ ഷുവറാണ് ഈ ബൈസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു പേര് കൊടുക്കാം. ഇതിന് ഞാനൊരു Q എന്ന് കൊടുക്കാം, പേര് ക്യാപിറ്റൽ ലെറ്റർ Q കേട്ടോ. ആ ബൈസെക്ട് ചെയ്തതിൻ്റെ പേര് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ബൈസെക്ട് ചെയ്തതിൻ്റെ പേരെന്താടാ? Q കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഡ്രോ ചെയ്തോ ഡയഗ്രാം. ശരി, അപ്പോൾ നമുക്ക് QBയുടെ ലെങ്ത് കിട്ടിയില്ലെങ്കിൽ AQയുടെ ലെങ്ത് കിട്ടി. AQ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സൈഡിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. AQ ഈക്വൽ ടു ഇപ്പോൾ എത്രയാടാ? 4.5 ആണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആ ലെങ്ത്തുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അതുപോലെ AP എത്രയാണ്? 4 ആണ്. 4 ഒക്കെ സെൻറ്റിമീറ്റർ ആണ്. സോ സിംപ്ലി 4 എന്ന് എഴുതിയാലും മതി. PQ എത്രയാണ്? PQ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉണ്ടോ? PQ ഇല്ല. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ PQ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. PQ എങ്ങനെ കണ്ടുപിടിക്കും? ഈ AP 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ PQ എത്രയായിരിക്കും? ടോട്ടൽ AQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ AQ 4.5 ആണ്. AP 4 ആണെങ്കിൽ PQ എത്രയായിരിക്കും? 0.5. സിമ്പിൾ കണക്ക് അല്ലേ? ജസ്റ്റ് ഇതിന് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് AQ കിട്ടുകയാണെങ്കിൽ PQ. ഓക്കെ, റൈറ്റ്. PQ 0.5. ആ വാല്യൂ അവിടെ നിന്ന് ക്ലിയർ ആയി. അതുപോലെ OA നമുക്കറിയാം. OA എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. കാരണം റേഡിയസ് ആണ് നമുക്ക് ഓൾറെഡി ചെയ്യാം. ഇനി നിങ്ങളിത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇതിനെ 90 ഡിഗ്രി പൈതഗോറിയൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെങ്ത് ഫസ്റ്റ് കിട്ടണം. ഈ
പി ക്യൂ എന്ന് പറഞ്ഞ ലെങ്ത് ഉണ്ട്. പക്ഷെ നമുക്കറിയാം പൈതഗോറസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ ഇപ്പോൾ 2 ട്രയാങ്കിൾ നമുക്ക് പൈതഗോറസിന് അപ്ലൈ ചെയ്യാൻ എടുക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞാൽ OAQ എടുക്കാൻ പറ്റും, അതുപോലെ OPQ എടുക്കാൻ പറ്റും. വലിയൊരു ട്രയാങ്കിൾ OAQ എടുക്കാൻ പറ്റും. അതുപോലെ ഞാൻ ഇവിടെ കാണിക്കാം ഏതൊക്കെ ട്രയാങ്കിൾ എടുക്കാൻ പറ്റുക വെച്ചാൽ. ഓക്കെ, ഇവിടെ കാണിക്കാം. ട്രയാങ്കിൾ OAQ എടുക്കാം, അതുപോലെ ട്രയാങ്കിൾ OPQ എടുക്കാം. 2 ട്രയാങ്കിൾ എടുക്കാം. 2 ട്രയാങ്കിൾ എടുത്ത് 90 ഡിഗ്രി എടുക്കാം. പക്ഷേ ഈ 2 ട്രയാങ്കിൾ എടുക്കുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് ഉണ്ടായിരിക്കും. അതിൽ 2 സൈഡ് നമുക്ക് അറിയണം. 2 സൈഡ് അറിഞ്ഞാൽ മാത്രമേ മൂന്നാമത്തെ സൈഡ് നമുക്ക് കിട്ടുള്ളൂ. മീൻസ് പൈതഗോറിയൻ അപ്ലൈ ചെയ്താൽ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രയാങ്കിളിന്റെ 2 സൈഡ് നമുക്ക് അറിയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ആ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? ഈ OP എന്ന് പറഞ്ഞ ലെങ്ത്. ഈ OP എന്ന് പറഞ്ഞ ലെങ്ത് അറിയണമെങ്കിൽ PQ അറിയണം, OQ അറിയണം. PQ അറിയാടാ, OQ അറിയില്ല, നടക്കില്ല. നെക്സ്റ്റ് OAQ എടുത്തു കഴിഞ്ഞാൽ 2 അറിയാം. OA അറിയാം 6 സെന്റിമീറ്റർ, AQ അറിയാം, കറക്റ്റ് അറിയാം. AQ എത്രയാണ്? 4 പോയിന്റ്. ഷുവറാണ് നമുക്ക് എന്ത് കിട്ടും? OQ കിട്ടും. OQ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും റിവേഴ്സ് ആയിട്ട് ചിന്തിക്കുന്നത് എങ്ങനെ? ഇതും അറിയാം, മീൻസ് OQയും അറിയാം, PQയും അറിയാം. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും? OP കിട്ടും. ഇതാണ് ട്രിക്ക്, വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ലോജിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നന്നായി ചിന്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ലോജിക്ക് ഓൾറെഡി ആയി കഴിഞ്ഞ് അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ ഞാൻ എടുക്കുന്ന OAQ. ഇൻ ട്രയാങ്കിൾ OAQ ട്രയാങ്കിൾ OAQ ആണ് എടുക്കുന്നിട്ടാണ് ട്രയാങ്കിൾ കൊടുത്തു. OAQന്റെ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് OA ഉണ്ട്, AQ ഉണ്ട്, OQ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീളം കൂടിയ ഭാഗം ഏതാണ്? OA² ഈക്വൽ ടു 2 ചെറിയ ഭാഗങ്ങൾ ട്രയാങ്കിളിന്റെ പൈതഗോറസ് ഈക്വൽ ടു OQ². OA² എനിക്കറിയാം 6. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ നിലവിലുള്ളതൊക്കെ കണ്ട് കൊടുത്തു. 6². AQ എത്ര? 4.5 പ്ലസ് OQ എനിക്കറിയില്ല. നമുക്ക് OQ കിട്ടും, നമുക്ക് നോക്കാം. OQ². അപ്പോൾ OQ² അവിടെ നിർത്തി കഴിഞ്ഞാൽ OQ² ഈക്വൽ ടു എത്ര കിട്ടും? 6² മൈനസ് 4.5². അപ്പം OQ² ഈക്വൽ ടു 6² എന്ന് പറഞ്ഞാൽ 36 ആണ്. 4.5ന്റെ ഹോൾ സ്ക്വയർ ഇതാ 20.25. ജസ്റ്റ് നിങ്ങൾ സ്ക്വയർ ചെയ്യുക. 4.5 × 4.5 മൾട്ടിപ്ലൈ ചെയ്യുക. 6² എന്ന് പറഞ്ഞാൽ 6 × 6. 4.5 × 4.5 മൾട്ടിപ്ലൈ ചെയ്താൽ 20.25 കിട്ടും 2 ഡിജിറ്റ്സിൽ. ഓക്കെ, അപ്പോൾ OQ² ഈക്വൽ 36 മൈനസ് 20 എത്ര വരൂടാ? 15.75. 50.75. ഓക്കെ, OQ². ശരി, അപ്പോൾ OQ² കിട്ടി. OQ² നമുക്ക് മതി. ഇപ്പോൾ OQ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വാല്യൂ ആണ്. അപ്പോൾ റൂട്ട് ഒന്നും ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകണ്ട, കാരണം നമുക്ക് രണ്ടാമത്തതിലും പൈതഗോറിയൻ അപ്ലൈ ചെയ്യാനാണ്. അവിടെ ഇപ്പോൾ സ്ക്വയർ ടൈമിലാണ് വരിക. അതുകൊണ്ട് നിങ്ങൾ OQ എക്സാക്ട് കാണണ്ട, OQ² എടുത്താലും മതി കേട്ടോ. അതിന്റെ റൂട്ട് വാല്യൂ കാണാൻ ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ നിങ്ങൾ അത് തൽക്കാലം അങ്ങനെ നിർത്തിയാൽ മതി, കാരണം പൈതഗോറസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് കിട്ടുമല്ലോ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായി. നമുക്ക് നോക്കാം, അത് അടുത്ത് വരുമ്പോൾ നോക്കാം. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം ഞാൻ. രണ്ടാമത്തെ ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ OPQ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ OPQ കൺസിഡർ ചെയ്യാം. OPQ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? പൈതഗോറസ് OP അതാണ് നീളം കൂടി ഹൈപ്പോട്ടിന്യൂസ്. OP² ഈക്വൽ ടു PQ² ഈക്വൽ ടു OQ². ഓക്കെ, OP നമുക്ക് കാണണം. അപ്പോൾ സിംപ്ലി OP² ഈക്വൽ വാട്ട് ഈസ് PQ²? PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0.5 ഹോൾ സ്ക്വയർ പ്ലസ് OQ. നമുക്ക് കിട്ടിയ OQ നമുക്ക് ഇവിടെ OP² അല്ലെ, PQ² എന്ന് പറഞ്ഞാൽ 0.5 ഹോൾ സ്ക്വയർ. OQ² ഇപ്പൊ കിട്ടിയ ആൻസർ മാത്രം എഴുതിയാൽ മതിട്ടാ. ശ്രദ്ധിക്കണ്ട, PQ എന്ന് പറയുന്ന ലെങ്ത് 0.5 ആണ്. അപ്പോൾ PQ² 0.5 ഹോൾ സ്ക്വയർ കേട്ടോ, മാറിപ്പോരുത്. OQ² എന്ന് പറഞ്ഞാൽ റിസൾട്ട് 15. ഞാൻ സ്ക്വയർ ചെയ്തിട്ടാ. ഓക്കെ, ഇനി OP² ഈക്വൽ ടു 0.5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.5 × 0.5 × 0.5 ആണ്. അത് സിംപ്ലിഫൈ ചെയ്താൽ 0.25 പ്ലസ് 15.75. അപ്പോൾ OP² എന്ന് പറഞ്ഞാൽ ടോട്ടലി 16 കിട്ടും അല്ലെ. 15.75 0.25. ശരി, അപ്പോൾ OP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √16 ആണ്. OP നിങ്ങൾക്ക് കാണുന്നുണ്ടോ? OP ഈക്വൽ ടു 4 ആണ് നമുക്ക് കിട്ടാം. അപ്പോൾ 4 സെന്റിമീറ്റർ. അപ്പോൾ OP നമുക്ക് എന്ത് കിട്ടി? 4 സെന്റിമീറ്റർ ആണ്. മിസ്സിംഗ് ഉണ്ടോ? ഓക്കെ, ഇവിടെ കാണിക്കണം. OP² ഈക്വൽ ടു √16 ആണ്. OP എത്ര ആയിരിക്കും? 4 സെന്റിമീറ്റർ.
മീറ്റർ. OP = 4 സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വിചാരിക്കും വളരെ സിമ്പിളായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നുള്ളൂ. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാറുണ്ട്. ഡയറക്റ്റ് കാണുമ്പോൾ പ്രോബ്ലത്തിൽ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതുപോലെ നമ്മൾ ഹയർ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പ്രോബ്ലം പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതാണ്, ജസ്റ്റ് ഡ്രോയിങ് ആണ്. ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 4 സെൻറ്റിമീറ്റർ. വളരെ സിമ്പിൾ. 4 സെൻറ്റിമീറ്റർ റേഡിയസിൽ നിങ്ങൾക്ക് ഒരു സർക്കിൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വരക്കാം, റൈറ്റ്. എന്നിട്ട് അതിന് ശേഷം വീണ്ടും പറയുന്നത് ഡ്രോ എ ട്രയാങ്കിൾ ABC. ആ സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിൾ ABC വിത്ത് ആംഗിൾ A 60 ഡിഗ്രിയും ആംഗിൾ B 50 ഡിഗ്രിയും ആയിട്ടുള്ള അതുപോലെ ആൻഡ് ABC ആർ പോയിന്റ് ഓൺ ദി സർക്കിൾ കേട്ടോ. അതായത് ഇപ്പോൾ എക്സ്റ്റേണൽ രണ്ട് രീതിയിൽ സർക്കിൾ വരക്കല്ല, സർക്കിളിൻ്റെ പുറത്ത് കൂടെയും നമുക്ക് എന്ത് ചെയ്യാം, സർക്കിളിൻ്റെ ട്രയാങ്കിളിൻ്റെ ഉള്ളിലാക്കിയിട്ടും വരക്കാം, അല്ലാതെയും വരക്കാം. രണ്ട് ടൈപ്പിൽ വരക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ABC ആർ പോയിന്റ് ഓൺ ദി സർക്കിൾ. ABC എന്തായിരിക്കണം, അപ്പോൾ ഓൾറെഡി സർക്കിളിന്റെ ഉള്ളിലാണ് ആര് വരിക, ട്രയാങ്കിൾ വരിക എന്ന് മനസ്സിലായി. അപ്പോൾ ആംഗിൾ A 60 ഡിഗ്രി ആണോ, ആംഗിൾ B 50 ഡിഗ്രി ആണോ, ആംഗിൾ C എത്രയാണെന്നുള്ളത് നമ്മൾ പിന്നെ നമുക്ക് കിട്ടും, എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ വരക്കാൻ പോവാണ്. നമ്മൾ എങ്ങനെ വരക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കോമ്പോസ് എടുക്കുക. കോമ്പോസിൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ എടുക്കുക. വളരെ ഈസി, 4 സെൻറ്റിമീറ്റർ റേഡിയസ് എടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരക്കുക. ഞാൻ അങ്ങനെ ഒരു സർക്കിൾ വരച്ചാന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിന്റെ ഒരു റേഡിയസ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സാക്ട്ലി എത്രയാണ്, റേഡിയസ് എത്രയാണ്, 4 സെൻറ്റിമീറ്റർ അല്ലേ പറഞ്ഞല്ലേ, ശരി 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വരക്കാം. ഇപ്പോൾ ഇവിടെ തന്നെ മാർക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം ഇതുപോലെ. ഇപ്പോൾ ഈ എടുത്ത മാർക്കിങ് നിങ്ങൾക്ക് ഇവിടെ സർക്കിൾ ഏത് സൈഡിൽ വേണം, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം, നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ റേഡിയസ് മാർക്ക് ചെയ്തോളാം 4 സെൻറ്റിമീറ്റർ എവിടെയെങ്കിലും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കറിയാം നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ്, 60 ഡിഗ്രി ഉണ്ട്, ആംഗിൾ A 60 ഡിഗ്രി, ആംഗിൾ B 50 ഡിഗ്രി എന്നുണ്ട്. അപ്പം ഞാനിവിടെ പറയുന്നത് എന്താ വെച്ചാൽ, സപ്പോസ് നമുക്ക് 3 പോയിന്റ്, ഇത് നിങ്ങൾ A ആയിട്ട് കൺസിഡർ ചെയ്തോ, അല്ലെങ്കിൽ ABC. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തു, റൈറ്റ്, A ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇവിടെ പോയിന്റ് ആംഗിൾ A 60 ഡിഗ്രി അല്ലേ, ശരി, ഞാനത് C ആയിട്ട് എടുക്കട്ടെ. ഏതെങ്കിലും ഒരു ലൈൻ നിങ്ങളൊരു പോയിന്റ് മാർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് മൂന്ന് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആംഗിൾ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇത് റേഡിയസ് ആയിട്ടിരിക്കട്ടെ, ഇത് 3 പോയിന്റ് നമുക്ക് വരണം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ്, സപ്പോസ് ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവാം. 3 പോയിന്റ് അപ്രോക്സിമേറ്റ് ഒരു ട്രയാങ്കിൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ എടുക്കുന്ന പോയിന്റ് സപ്പോസ് ഇത് A ആണെന്ന് വിചാരിക്കാം, ഇത് A, ഇത് B. നന്നായി ചിന്തിക്കണം കേട്ടോ. ഈ എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് റേഡിയസ് ആയിട്ട് നിങ്ങൾക്ക് വരും പറയാം. ഇപ്പോൾ ഇവിടുന്ന് പോയിന്റ് തന്നെ ആയിരിക്കും എന്ത്, ഇവിടുന്നുള്ള ഈ പോയിന്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ അപ്രോക്സിമേറ്റ് ആയി തന്നെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആംഗിൾ A ആണ്, ആംഗിൾ A നമുക്ക് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, 60 ഡിഗ്രി. ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ എത്ര വരിക, A എത്രയാണ് 60 ആണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കിന് അത് എത്ര ആയിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും, 120 ഡിഗ്രി. അപ്പം നമുക്ക് ഇവിടെ റേഡിയ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 120 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പറ്റും, 120 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 120 ഡിഗ്രി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടി. അപ്പോൾ ഇത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ A എത്രയാണ്, 60 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ നേരെ ഉൾട്ട് എത്രയാണ്, 120 ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇവിടെ ഒറിജിൻ ഈ OC എന്ന് പറയുന്ന റേഡിയസ് വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 120 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യാം. കാരണം അതെങ്ങനെ 120 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യാൻ കാരണം ആംഗിൾ Aയുടെ ഇവിടെ ഡബിൾ ആയിരിക്കും, എത്രയായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. ശരി, അതുപോലെ ബിയുടെ കേസിലാണെങ്കിൽ സപ്പോസ് B ഓൾറെഡി ഗീവൺ ആണ്, B എത്രയാണ് 50 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുണ്ട്, 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിട്ട് നമുക്ക് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും, സപ്പോസ് ഇതിന് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു, ശരി. അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇതിന് നേരെ ഉൾട്ട എന്ന് പറയുന്നത്, ഇതിപ്പോൾ ആംഗിൾ B ആണ് 50 ഡിഗ്രി. സോ ഇവിടെ ഞാൻ C ഇങ്ങനെ വരച്ചു. അപ്പോൾ നോട്ട് ദിസ് സൈഡ് മൊത്തത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് നേരെ ഉൾട്ടത് എത്രയായിരിക്കും, 100 ആയിരിക്കും, 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് നിങ്ങളോട് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ OC എന്ന് പറയുന്ന റേഡിയലിന് പ്രൊട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 100 ഡിഗ്രി ഒരു ആംഗിൾ വരക്കാൻ പറ്റും. 100 ഡിഗ്രി ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലൈൻ മാർക്ക് ചെയ്യാൻ പറ്റും, ലൈൻ മാർക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എന്താണോ ടോട്ടൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ 120 + 100 എന്ന് പറഞ്ഞാൽ 220 ആയി. അപ്പോൾ 360ക്ക് റിമൈനിങ് ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എല്ലാ വാല്യൂസും നമുക്ക് കിട്ടും ടോട്ടലി. അപ്പോൾ 360 ഡിഗ്രിയാണ് ഒരു ടോട്ടൽ റൗണ്ട്. അതിലെന്തുണ്ട്, 120 ഉണ്ട്, +100 ഉണ്ട്, +x എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ x നമുക്ക് ഇതിൽ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുക 140 ആണ്. അത് 140 കിട്ടും, റൈറ്റ്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എല്ലാം ക്ലിയർ ആണ്. ഇപ്പോൾ ഇത് 140 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും,
ആംഗിൾ സി എത്ര ആയിരിക്കും? ആംഗിൾ ടോട്ടൽ സി ആംഗിൾ എത്ര ആയിരിക്കും? ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. 140ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രിയാണ്. സിംപ്ലി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ആംഗിൾ സി ഈക്വൽ ടു 70 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എയും ബിയും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ സി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ക്വസ്റ്റ്യൻ്റായിട്ടും നമുക്കത് ഡ്രോ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാതെ ഡ്രോ ചെയ്യാൻ വളരെ സിമ്പിളാണ്. 4 സെൻറ്റിമീറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരക്കുക. അതിനുശേഷം നിങ്ങൾ OC എന്ന് പറഞ്ഞ റേഡിയസ് മാർക്ക് ചെയ്യുക. ആംഗിൾ എ ഗിവൺ 60 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ നേരെ ഡബിൾ 120 ആണെന്ന് നിങ്ങൾ അസൈൻ ചെയ്യുക. ഈ OCയിൽ നിന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾ 120 മാർക്ക് ചെയ്യുക. എന്നിട്ട് ലൈൻ റേഡിയസ് വരക്കുക, OB വരക്കുക. അതിനുശേഷം 50 ഡിഗ്രി ആണെങ്കിൽ നേരെ ഉൾട്ട 100 ഡിഗ്രി ആവും. അപ്പോൾ നിങ്ങൾ OCയിൽ നിങ്ങൾ എന്താ പ്രൊട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? OA വരക്കുക. അതിനുശേഷം റിമൈനിങ് കിട്ടുന്നത് എത്ര ആയിരിക്കും? ഷുവറാണ് എത്ര ആയിരിക്കും? 140 ആയിരിക്കും. കാരണം ടോട്ടൽ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരക്കാം. അത് നിങ്ങളൊരു ലോജിക്കലി നിങ്ങൾക്ക് ഇത് വരക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇൻ ദി പിക്ചർ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ആണ്, റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിപ്പീറ്റഡ് അല്ല, മോഡലാണ്. മോഡൽ 2014 ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി പിക്ചർ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇഫ് ആംഗിൾ DAB ഓൾറെഡി 100 ഡിഗ്രി തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ BCD. ആംഗിൾ BCD നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഇതിൻ്റെ പ്രോബ്ലം ഞാൻ ജസ്റ്റ് റഫ് ഫിഗർ പോലും വരക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ മീൻസ് ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 4 സൈഡും 360 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ മീൻസ് ആംഗിൾ DAB മീൻസ് ആംഗിൾ A 100 ഡിഗ്രി ആണെങ്കിൽ നേരെ റിവേഴ്സ് ആംഗിൾ BCD എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും അല്ലേ? 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് ഞാൻ വരക്കുന്നില്ല. ഓൾറെഡി കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 7th ക്വസ്റ്റ്യൻ ആണ്. 7th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം, സ്ക്രീനിൽ കാണാം. PQRS ഈസ് എ സൈക്ലിക്. PQRS ഈസ് എ സൈക്ലിക്. സൈക്ലിക് മീൻസ് 4 വർഷമാണ്, മീൻസ് ക്വാഡ്രിലാറ്ററലാണ് ഉദ്ദേശിക്കുന്നത്. ആംഗിൾ P ഈക്വൽ ടു 3x, ആംഗിൾ Q ഈക്വൽ ടു y, ആംഗിൾ R ഈക്വൽ ടു x, ആംഗിൾ S ഈക്വൽ ടു 5 into y. ഫൈൻഡ് ദി ആംഗിൾസ്. ആംഗിൾസ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കറിയാം, ഒരു ക്വാഡ്രിലാറ്ററിന് 4 ആംഗിൾസും എന്താണ് ആഡ് ചെയ്ത 360 ഡിഗ്രിയാണ്. പക്ഷേ ഇവിടെ എക്സാക്ട് ആംഗിൾസ് മെഷർ ചെയ്യണം. ഓപ്പോസിറ്റ് സൈഡ്സ് നമുക്ക് 180 ഡിഗ്രി ആണെന്ന് അറിയാം. നമുക്ക് നോക്കാം ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഈ ടൈപ്പ് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ശരി, നമുക്ക് ആംഗിൾസ് ഒക്കെ മാർക്ക് ചെയ്യാം. ഇതിന് നമ്മൾ ഓൾറെഡി നിങ്ങൾ വാല്യൂ കൊടുക്കാം. PQRS. ശരി, കുറേ പേര് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്ത് കാണണം. ഓക്കെ, PQRS 3x. ശരി, അതിന് നേരെ ഓപ്പോസിറ്റ് x ആണ്. ഇപ്പുറത്ത് y, ഇപ്പുറത്ത് 5. വളരെ സിമ്പിളാണ്. നമുക്കറിയാം, ഒരു ക്വാഡ്രിലാറ്ററിന് 4 ആംഗിൾസും എന്താണ് 360 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ് 180 ഡിഗ്രിയാണ്. ആംഗിൾ P പ്ലസ് ആംഗിൾ R ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രിയാണ്. ആംഗിൾ P എത്രയാണ്? 3x ആണ്. ആംഗിൾ Y ഈക്വൽ ടു x ആണ്, ഈക്വൽ ടു 180 ഡിഗ്രി. 3x പ്ലസ് x എത്രയാടാ? 4x ഈക്വൽ ടു 180 ഡിഗ്രി. x ഈക്വൽ ടു എത്ര വരും? 180 ഡിഗ്രി ബൈ 4. x ഈക്വൽ ടു 180ൻ്റെ പകുതി 9, അപ്പോൾ 45 ഡിഗ്രിയാണ് x. അപ്പോൾ നമുക്ക് x 45 ഡിഗ്രിയാണെന്ന് മനസ്സിലായി. ഇത് ഓൾറെഡി 45 ഡിഗ്രി. 3x എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് വരും? ആംഗിൾ P ഈക്വൽ ടു എന്താണ്? 3x ആണ്, ഈക്വൽ ടു 3 into 45 ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി. സോ ആംഗിൾ P ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ P 90 ഡിഗ്രി, റൈറ്റ്. അപ്പോൾ ആംഗിൾ R ഓൾറെഡി നമുക്ക് കിട്ടിയതിൽ നിന്ന് എന്താണ്? ആംഗിൾ R ഈക്വൽ ടു 45 ഡിഗ്രി. ശരി, നെക്സ്റ്റ് Pയും Sഉം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. P എങ്ങനെയാണ് കാണുക? ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ S ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ Q y പ്ലസ് 5y ഈക്വൽ ടു 180 ഡിഗ്രി. 6y ഈക്വൽ ടു 180 ഡിഗ്രി. y ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 6. നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 180യുടെ ഹാഫ് 90, 60യുടെ ഹാഫ് 3. എഗെയിൻ കട്ടാവൂലേ? y ഈക്വൽ ടു എന്ത് വരും? 90നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 30 ഡിഗ്രി. സോ y 30 ആണെങ്കിൽ ആംഗിൾ Q 30 ഡിഗ്രി. 5y 5 into I 3 15 150 ഡിഗ്രി. സോ ആംഗിൾ S ഈക്വൽ ടു 150 ഡിഗ്രി. ഓക്കെ, വളരെ സിമ്പിൾ. ആംഗിൾ Q ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, സോ വളരെ ഈസി പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഞാൻ ചെയ്തത് 7 ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പാർട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൻ്റെ സർക്കിളിൻ്റെ 3.5 മണിക്കൂറുള്ള വീഡിയോ കാണാൻ മറക്കല്ലേ. ആ 3.5 മണിക്കൂറിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കംപ്ലീറ്റ് തിയറംസ് നിങ്ങൾ പഠിച്ച് ക്ലിയർ ആക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ബൈ. ഇഷ്ടമായി ലൈക്ക് ചെയ്യേ.